സഹൃദയരെയും അങ്ങനെ നമ്മുടെ ഒരാഴ്ചത്തെ കാത്തിരിപ്പിനൊടുവിൽ ഇറ്റ് വെൽക്കം ടു ഡയറിയുടെ അവസാനത്തെ എപ്പിസോഡ് 7ാമത്തെ എപ്പിസോഡ് കണ്ടവർക്കറിയാം നമ്മൾ എന്തുമാത്രം വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ഇത് വരാൻ വേണ്ടിയത്. തുടങ്ങുമ്പോൾ തന്നെ ഇവിടെ മുഴുവൻ പുകപടലം കൊണ്ട് നിറയുകയായിരുന്നു. ആ ഡയറി മുഴുവനും അദ്ദേഹം പുകപടലം കൊണ്ട് മുക്കി ഡയറി മുഴുവൻ മൺമറഞ്ഞു, പുകയിൽ അങ്ങ് അലിഞ്ഞു ചേർന്നു. അതുകൊണ്ട് തന്നെ ഇത് കണ്ടാൽ നമുക്കറിയാം എന്ത് വില കൊടുത്തും പെന്നിവൈസ് വെളിയിറങ്ങാൻ വേണ്ടി തന്നെയാണ് പരിപാടികളെല്ലാം ചെയ്യുന്നത്. അതേസമയം നമ്മുടെ സൈനികർ അതെല്ലാം വീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഈ പുക സഞ്ചരിക്കുന്ന വഴി മുഴുവനും നാശം വിതച്ചുകൊണ്ടാണ് ഇത് സഞ്ചരിക്കുന്നത്. മരത്തിൽ നിന്നുമുള്ള ഇലകൾ കരിഞ്ഞു കൊഴിഞ്ഞു വീഴുകയാണ്. അതുമാത്രമല്ല വെള്ളത്തെയെല്ലാം ഐസാക്കി മാറ്റുന്നു. ഭാഗ്യത്തിന് ഇതിൽ വിഷവാതകമൊന്നുമില്ല. ഇത് ശ്വസിക്കുന്നവർ മരിച്ചു വീഴുന്നില്ല, പക്ഷെ നല്ല തണുപ്പുണ്ട്. അതിനുശേഷം ഈ പുകപടലം പോകുന്നത് നേരെ നമ്മുടെ സ്കൂളിലേക്കാണ്, ഡെറിയിലെ സ്കൂളിലേക്ക്. അവിടെ നമ്മുടെ അനൗൺസ്മെൻറ്റ് മുറിയിലേക്ക് നമ്മുടെ പെന്നിവൈസിൻ്റെ കൈകൾ സാവധാനം ബന്ധം വങ്ങിച്ച് ചെല്ലുന്നു. അതിനുശേഷം ചെറിയൊരു ബെല്ലോട് കൂടി കുട്ടികളെ അറിയിക്കുകയാണ്. മറ്റാരും നമ്മുടെ പെന്നിവൈസ് തന്നെയാണ്. കുട്ടികളെ സ്കൂൾ വിട്ടിരിക്കുകയാണ്, അത്യാവശ്യമായി എല്ലാവരും സ്റ്റേജിലേക്ക് കടന്നു വരൂ. സ്കൂൾ പ്രിൻസിപ്പലിൻ്റെ സൗണ്ടിലായിരുന്നു ഈ അനൗൺസ്മെൻറ്റ് വന്നത്. ഉടനെ കുട്ടികളെല്ലാവരും അവിടെ ഹാജരായി. അപ്പോഴേക്കും പ്രിൻസിപ്പളും അവിടെ എത്തി. മദ്യപിച്ച അവസ്ഥനായതുപോലെ തന്നെ പരസ്പര ബന്ധമില്ലാതെ അദ്ദേഹം കുട്ടികളെ നിങ്ങൾക്ക് വേണ്ടി പുതിയൊരു ഷോ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, എല്ലാവരും എൻജോയ് ചെയ്യുക. അതും അവതരിപ്പിക്കുന്നത് മറ്റാരുമല്ല നമ്മുടെ സ്വന്തം പെന്നിവൈസ് ദ ഡാൻസിങ് ക്ലൗഡ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രിൻസിപ്പലിനെ എടുത്തുപൊക്കി നമ്മുടെ പെന്നിവൈസ് അവിടെ പ്രത്യക്ഷനാകുന്നു. അതിനുശേഷം കുട്ടികളുടെ മുന്നിൽ വെച്ച് തന്നെ നമ്മുടെ പ്രിൻസിപ്പലിനെ രണ്ടായിട്ട് വലിച്ചു കീറി അവർക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നു. ഇത് കണ്ട് പേടിച്ച് കുട്ടികൾ വെളിയിലേക്ക് ഓടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അറിയാമല്ലോ എങ്ങോട്ട് പോയാലും രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പോഴേ അവിടെ ഫുട്ബോൾ കളി തുടങ്ങി. പെന്നിവൈസ് പ്രിൻസിപ്പൽ തലയായി അവിടെ നിന്ന് ഫുട്ബോൾ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കുട്ടികൾ അത് കണ്ട് അപ്പോഴേ വീണ്ടും വിളി തുടങ്ങി. കുട്ടികൾക്ക് വിളിക്കാൻ പറ്റുന്ന സമയം എടുക്കുന്നുള്ളൂ അദ്ദേഹം. അതുമാത്രമല്ല ഇത്രയേറെ കുട്ടികൾ ഉള്ളത് കൊണ്ട് നമുക്ക് ഓരോരുത്തരെയും പേടിപ്പിക്കുന്ന കാര്യം വളരെ സമയമെടുക്കും. അതെല്ലാം പെട്ടെന്ന് പരിപാടി തീർത്തിട്ട് ഇവിടെ നിന്ന് വെളിയിൽ പോകണമെന്നാണ് ഡെറിയിൽ നിന്ന് വെളിയിലേക്ക് പോകണം പെന്നിവൈസിന്. അതുകൊണ്ട് പോണ വഴിക്ക് അപ്പോഴപ്പോഴും ഓരോന്നിനെ കഴിച്ച് തിരണമല്ലോ. അതിനുവേണ്ടി അപ്പോഴേ ആ ദിവ്യ വെളിച്ചം കാണിച്ചു, എല്ലാത്തിനെയും കൂടെ കാണിച്ച് എല്ലാത്തിനും ഒരുമിച്ചൊക്കെ കൊണ്ടുപോകാനാണ് നമ്മുടെ പദ്ധതി. അപ്പോൾ അങ്ങനെ കുട്ടികളെ എല്ലാവരും നിലത്ത് നിന്ന് ആകാശത്തിലേക്കാക്കി, അതായത് വായുവിലേക്കാക്കി നമ്മുടെ സ്വന്തം പെന്നിവൈസിന്റെ വാഹനത്തിലേക്ക് അനുനയിപ്പിക്കുകയാണ്. വന്നോളൂ കുട്ടികളെ. അപ്പോഴാണ് നമ്മുടെ സ്ത്രീജനങ്ങളും അത് ശ്രദ്ധിക്കുന്നത്. ആ ഡയറി മുഴുവൻ ആരോ തീയിട്ടിരിക്കുന്നു, കുട്ടികളെ മുഴുവൻ പുക. അങ്ങനെ അവർ മൂവരും ഗോപുരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി നോക്കുമ്പോൾ അവിടെ ചുവരിൽ മുഴുവൻ കുട്ടികളുടെ മിസ്സിംഗ് പോസ്റ്റേഴ്സ് മാത്രം. അതും സ്കൂളിലെ കുട്ടികളുടെ മുഴുവനുണ്ട്. അപ്പോഴേ അവർക്ക് കാര്യം മനസ്സിലായി. പിള്ളേർ ചുമരിൽ കയറി. ഇതുകൊണ്ട് ഞെട്ടിത്തെറിച്ച അവർ ഒരു സൈക്കിളിൽ 3 പേരും കൊണ്ട് ത്രിബിൾസ് അടിച്ച് പോവുകയാണ്. ഇത് ശിക്ഷാർഹമാണ്. ഹെൽമെറ്റ് പോലും ഇല്ല. പിന്നെ സമയമില്ല നോക്കാർക്കും. അപ്പോഴേക്കും പെന്നിവൈസ് അദ്ദേഹം നമ്മുടെ വാഹനവുമായി കുട്ടികളുടെ വായുവിലൂടെ സഞ്ചരിച്ച്, വായുവിലൂടെ എന്ന് പറഞ്ഞാൽ നേരെ നിൽപ്പുണ്ട്. അതിൻ്റെ പിറകെ മുഴുവൻ കുട്ടികൾ മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ ഇരുന്നു കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. എങ്ങനെയും ഡെറിയുടെ വെളിയിലെത്തണം എന്ന് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യം. അപ്പോൾ വഴിയിൽ പോണ വഴിക്ക് ഓരോന്നിനെ കൊന്ന് തിന്നുന്നുണ്ട്. ചെറിയ വിശപ്പടക്കേണ്ട ചെറിയ സ്നാക്സ് പോലെ എപ്പോഴെപ്പോഴും ഓരോന്നേ കഴിച്ച് തിന്നു. പക്ഷേ അതിൻ്റെ മാസം എന്ന് പറഞ്ഞാൽ പെന്നിവൈസ് വരുന്ന സീന് മൊത്തം മാസമായിരിക്കും, പറയാതിരിക്കാൻ വയ്യ. അമ്മാതിരി ഹീറോയിസോടാണെന്ന് പറഞ്ഞ് കാണിക്കണം ഇവിടെ. അപ്പോഴേക്കും നമ്മുടെ പെൺപട സ്കൂളിലെത്തി. എന്താണ് സംഭവിച്ചതെന്ന് അറിയേണ്ടേ. അവിടെ എത്തിയപ്പോൾ നമ്മുടെ വില്ലിൻ്റെ മിസ്സിംഗ് പോസ്റ്റർ അവിടെ കിടക്കുന്നു. അപ്പോഴേ മനസ്സിലായി വില്ലും കയ്യിൽ പോയി. അതുമാത്രമല്ല നമ്മുടെ പ്രിൻസിപ്പലിനെ രണ്ടായിട്ട് വലിച്ചു കയറിയിട്ടിരിക്കുന്നു, തല ഒരിടത്ത് ബാക്കി ഒരിടത്ത്. അത് കണ്ട് പേടിച്ച് നിൽക്കേണ്ടി ഇനി എന്ത് ചെയ്യും. അപ്പോഴാണ് പെന്നിവൈസ് പോയ വഴി മുഴുവൻ ബ്ലഡ് കിടക്കുന്നത് കണ്ടത്. ഇനിയിപ്പോൾ അതിന് ചേസ് ചെയ്ത് പോയത് എളുപ്പമായല്ലോ കാര്യങ്ങൾ. ചോരപ്പുഴയാണല്ലേ വഴി മൊത്തം. പക്ഷേ ഇതൊന്നും ആയിരുന്നില്ല നമ്മുടെ സ്ത്രീജനങ്ങളുടെ പ്രധാന പ്രശ്നം. അവർ 3 പേരുണ്ട്, ആകെ ഒരു സൈക്കിളും. മാക്കറെന്ന് സൈക്കിളിൽ ചവിട്ടിയിട്ടും സൈക്കിൾ അനങ്ങുന്നില്ല. സൈക്കിളിനെ കുറ്റാൻ പറയാൻ പറ്റുമോ? സൈക്കിളിലേക്ക് ഒരു പരിധിയില്ലേ വെയിറ്റ് എടുക്കണേ. എന്നിട്ടും അവർ വിട്ടുകൊടുത്തില്ല. ആ സൈക്കിളിൽ ചവിട്ടിക്കൊണ്ട് പോവുകയാണ് 3 കൂടി. അത് പോണ കണ്ടിട്ട് എനിക്ക് തന്നെ കരച്ചിൽ പറഞ്ഞു. അത് മാത്രമല്ല പെന്നിവൈസ് 2 റൗണ്ട് കറങ്ങി വന്നാലും ഇവരോട് തോന്നുന്നു എനിക്ക് വന്നില്ല ഈ നൂറ്റാണ്ടിൽ. അപ്പോഴാണ് അവർ നടുങ്ങുന്ന കാഴ്ച കാണുന്നത്. അവർക്ക് സ്ഥിരമായി പാൽ കൊടുക്കുന്ന പാൽക്കാരൻ പയ്യൻ അവിടെ മരിച്ചു കിടക്കുന്നു. അവരുടെ കണ്ണ് പോയത് അവൻ്റെ വാഹനത്തിന് നേരെ. എന്നിട്ട് നമുക്ക് അതിലിരുന്ന് പോവാം. അപ്പോഴേ നമ്മുടെ കടൽ കൊള്ളക്കാരി ഓടി ഡ്രൈവ് സീറ്റ് കയറിയിട്ട് എൻ്റെ അങ്കിളിനെ കൊണ്ടൊരു ലോറി ഉണ്ടായിരുന്നു, അദ്ദേഹം അത് ഓടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ പിന്നെ എത്ര പോവാൻ. അവിടെ ഉണ്ടായിരുന്നവരൊക്കെ നേരത്തെ പെന്നിവൈസിൻ്റെ കൈ കൊണ്ട് ചത്ത നന്നായി, അല്ലെങ്കിൽ വണ്ടി കടിച്ച് എവർ കയറ്റി കൊന്നേ എല്ലാത്തിനെയും. അത്ര വിദഗ്ധമായ ഒരു ഡ്രൈവിംഗ് ആയിരുന്നു അവരുടെ കാഴ്ചവെച്ചത്. അങ്ങനെ കാര്യങ്ങളെല്ലാം ഏകദേശം കൈവിട്ട് പോയി വരുമ്പോഴേക്കും നമ്മുടെ കുരുത്തം കിട്ടവൻ്റെ ഡാഡിക്ക് പെന്നിവൈസിൻ്റെ ഒരു കോള് വരികയാണ്. നിനക്കെന്നെ പേടിയില്ലല്ലടാ പട്ടി, ഇതിൻ്റെ മോനെൻ്റെ ഓട്ടറാ, നിനക്ക് നീ പേടി വരുമല്ലേ എന്ന് എനിക്കത് കാണണം. അത് കേട്ടപ്പോഴേ നമ്മുടെ സൈനികൻ കോപാകുലനായി. എൻ്റെ മോൻ എന്തെങ്കിലും സംഭവിച്ചാൽ ഇതിനെ പച്ചക്ക് കത്തിക്കുക എന്ന് പറഞ്ഞ് അപേക്ഷിക്കുകയാണ്. എൻ്റെ മോനെ ചെയ്യരുത്. അപ്പോഴേ പെന്നിവൈസ് ഫോൺ കട്ട് ചെയ്ത് ആ നിമിഷം തന്നെ അദ്ദേഹം അടുത്തിരുന്ന ഫോൺ അങ്ങ് അടിച്ചു പൊട്ടിച്ചു. അല്ല അങ്ങനെ എനിക്ക് വേറെ ചെയ്യാൻ പറ്റില്ലല്ലോ. ഉടനെ അദ്ദേഹം ഓടി എന്നിട്ട് മെൻ്റലിസ്റ്റിൻ്റെ അടുത്തേക്ക്. അപ്പോൾ മെൻ്റലിസ്റ്റ് ആണെങ്കിൽ മെൻ്റലിസ്റ്റ് ചത്തുപോയതും ജീവനോടെ ഉള്ളതുമായ എല്ലാ വള്ളികളും പിടിച്ച് എങ്ങനെ ചാവുന്ന റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എനിക്ക് പ്രാന്തായി.
അങ്ങനെ അദ്ദേഹം ആത്മഹത്യയുടെ മുൾമുനയിൽ നിൽക്കുമ്പോൾ നമ്മുടെ കുരുത്തം കിട്ടവൻ്റെ അച്ഛൻ വാതിൽ ചവിട്ടി തുറന്നുകൊണ്ട്, അരുത്, ഇപ്പോൾ നീ മരിക്കരുത്, എൻ്റെ മോനെ പെൻവേസ് പിടിച്ചോണ്ട് പോയി എങ്ങനെയും രക്ഷിക്കണം, അത് കഴിഞ്ഞിട്ട് നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. ഈ നിമിഷങ്ങളിൽ പുകപടലം നമ്മുടെ അതിർത്തി വരമ്പുകളിലേക്ക് കടക്കുകയായിരുന്നു. ആ നദി മുഴുവൻ തണുത്തുറഞ്ഞ് ഒരു ഐസ് കട്ടയാക്കി മാറ്റി. അതിലൂടെ ആർക്കും ഇപ്പോൾ നടന്നു പോവാം. ഇതെല്ലാം കണ്ട് പുളകിതനായി നമ്മുടെ ജനറൽ ആ നിമിഷങ്ങളിൽ വിചാരിക്കുകയാണ്, യെസ്, എൻ്റെ തന്ത്രപരമായ നീക്കങ്ങൾ വളരെ വിജയകരമായി മുന്നോട്ട് പോവുകയാണ്. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റ് വന്ന് പറയുന്നത്, സാർ, നമ്മുടെ മെൻ്റലിസ്റ്റിനെയും നമ്മുടെ ചെറുക്കൻ്റെ തന്തയെയും കാണാനില്ല, അവർ മെൻ്റലിസ്റ്റിനെ അടിച്ചിട്ട് പോയെന്നാണ് തോന്നുന്നത്. അവനെ അപ്പോഴേ തട്ടിയിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും വലിയ പ്രശ്നങ്ങളിൽ തലയിടേണ്ടി വരില്ലായിരുന്നു, അവനെയൊക്കെ അപ്പോഴേ കൊല്ലേണ്ടതായിരുന്നു. അങ്ങനെ നമ്മുടെ കൊഴുത്ത കിട്ടവൻ്റെ ഡാഡി മെൻ്റലിസ്റ്റിനെ അടിച്ചു മാറ്റി തൻ്റെ പെണ്ണുപിള്ളിയുടെ അടുത്തേക്ക്. പെണ്ണുപിള്ളിയോട് പോയി കാര്യം പറഞ്ഞു, മോനെ കാണാനില്ല. അപ്പോഴേ പെണ്ണുപിള്ള കോപാക്കുളെ അങ്ങനെ അടിക്കാത്ത അടിയൊന്നുമില്ല, ഓ പാവപ്പെട്ട മനുഷ്യന് ചെയ്യണ കാണണം കൂടിയിട്ട്. അങ്ങനെ അപ്പോഴേ പറഞ്ഞാൽ ചെറുക്കനെ വീട്ടിലെല്ലാം പിടിച്ച് കെട്ടിടാ. കേട്ടില്ല, ഇപ്പം കുറ്റം മുഴുവൻ അങ്ങേയായിരിക്കും. എന്ത് ചെയ്യുമെന്ന് പറ. ഇത് കണ്ടുകൊണ്ട് നമ്മുടെ പ്രണയിനിയുടെ അച്ഛൻ, ഓ പെണ്ണുപിള്ള തട്ടിപ്പോയതാ, അല്ലെങ്കിൽ ഇതിലും വലിയ ഇടിയിൽ ഞാൻ കൊള്ളേണ്ടി വന്നില്ല. അതിനുശേഷം അവർ സംഘം ചേർന്ന് പുതിയ പദ്ധതികൾ വിനിയോഗിക്കുകയാണ്. എങ്ങനെ നമുക്ക് പെന്നിവേസിനെ പൂട്ടാം. അത് നമ്മൾ വേറൊന്നും ചെയ്യേണ്ടതില്ല. സൈനികർ തല്ലി തകർത്ത ആ കല്ലിന് പകരം നമ്മുടെ കയ്യിൽ അവശേഷിക്കുന്ന ആ കല്ല് കുറച്ച് മുൻപായി, അതായത് അവിടെ ഒരു വടവൃക്ഷം സ്ഥിതി ചെയ്യുന്നുണ്ട്. എൻ്റെ പൂർവികരുടെ കാലം മുത്തേ അച്ഛക്കാലം തൊട്ടേ അവിടെ ഉള്ളതാണ്. അതിന് ചുവട്ടിൽ കൊണ്ട് കുഴിച്ചിടാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ വീണ്ടും പഴയതുപോലെ തന്നെ പഴയ വളയം പുനഃസ്ഥാപിക്കപ്പെടുന്നതായിരിക്കും. അങ്ങനെ നമുക്ക് പെന്നിവേസിനെ വീണ്ടും ഇവിടെ കെണിയിൽപ്പെടുത്തി ഇടാൻ സാധിക്കും. അതായിരുന്നു അവരുടെ പദ്ധതി. അതിനു മുമ്പ് നമ്മൾക്ക് കല്ലെവിടെ നിന്ന് കണ്ടുപിടിക്കണം. അതിന് നമ്മുടെ മെൻ്റലിസ്റ്റിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് മെൻ്റലിസ്റ്റിൻ്റെ സഹായമാണ് നമുക്കിവിടെ ആവശ്യം. അപ്പോഴേ മെൻ്റലിസ്റ്റ്, എന്നെ കാണുന്ന പറ്റില്ല, ഇവിടെ കണ്ണു തുറന്നാൽ ചുറ്റും പ്രേതങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോഴാണ് ഇനി കല്ല്. അപ്പോഴേ വയോധിക, ഇതാണോ ഇത്ര വലിയ പ്രശ്നം, ഇതിന് നമുക്ക് പരിഹാരമുണ്ടാക്കാം. വയോധിക തൻ്റെ പൂർവികരെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കല്ലും മണ്ണും വേരുകളും ഉപയോഗിച്ച് ഒരു മരുന്നങ്ങുണ്ടാക്കി. നമ്മുടെ മെൻ്റലിസ്റ്റിൻ്റെ ശക്തി കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും ഫോക്കസ് ചെയ്യാനും വേണ്ടി. അപ്പോഴേ മരുന്ന് വാങ്ങി കുടിച്ച് കൂടുതൽ ശക്തനായ നമ്മുടെ മെൻ്റലിസ്റ്റ് കല്ലെവിടെയാണെന്ന് കണ്ടുപിടിക്കുന്നു. മറ്റെവിടെയുമല്ല, നമ്മുടെ പിള്ളേരുടെ കയ്യിൽ തന്നെയായിരുന്നു. സ്ത്രീ ജനങ്ങളുടെ പക്ഷം കല്ലുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അങ്ങനെ ഒരു പഞ്ചായത്തിനെ മുഴുവൻ പരിഭ്രാന്തരാക്കിക്കൊണ്ട് നമ്മുടെ സ്ത്രീജനങ്ങൾ വാഹനവുമായി ഒരു മരത്തിൻ്റെ ചുവട്ടിലേക്ക്. പെന്നിവേസ് പോലും ഇത്രയും ആരെയും പീഡിപ്പിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നാളെ മുതൽ ഡെറിയിലേക്ക് പാൽ വിൽപ്പന ഉണ്ടായിരിക്കുന്നതായിരിക്കില്ല. പാൽവണ്ടി അവർ മറിച്ചു കഴിഞ്ഞു. അങ്ങനെ ഒരു സൈക്കിളും ഒരു പാൽവണ്ടിയും നശിപ്പിച്ച ശേഷം മൂവരും കാൽനടയായി മുന്നോട്ട് നീങ്ങുകയാണ്. അപ്പോഴാണ് മാടമ്പള്ളിയുടെ നമ്മുടെ മനോരോഗിയുടെ കല്ലിനോടുള്ള അമിതമായ ഒരു ആക്രാന്തം അവർ ശ്രദ്ധിക്കുന്നത്. അപ്പോഴേ പറഞ്ഞു, കല്ലിവിടെ താടി. കല്ല് തരാൻ പറയാതും കല്ലും കൊണ്ട് അവൾ അപ്പോഴേ ഓടി. പിള്ളേർ അപ്പോഴേ പിറകെ ഓടി. അവൾ അപ്പോഴേ അവിടെ എറിഞ്ഞിട്ട് കല്ല് അവളെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങി. ഈ കല്ലിൻ്റെ പ്രധാന പ്രത്യേകതകളിലൊന്നാണ്, ആരുടെ കയ്യിലാണോ ഈ കല്ലിരിക്കുന്നത് അവർക്ക് അമിതമായി ഈ കല്ല് കയ്യിൽ വയ്ക്കാനും അത് സ്വന്തമാക്കാനുമുള്ള ഒരു ആഗ്രഹം ഉണ്ടാവുന്നതാണ്. ഈ കല്ലും നമ്മുടെ സ്വർണവുമായി പ്രത്യേകിച്ച് യാതൊരു വ്യത്യാസവും വരുന്നില്ല. വേണമെങ്കിൽ സ്വർണ്ണമായിട്ട് തന്നെ ഇതിനെ ഉപമിക്കാം, അതായിരിക്കും കൂടുതൽ ശരി. അപ്പോഴേക്കും കയ്യിലുണ്ടായിരുന്ന കല്ല് പ്രകാശിക്കുവാൻ തുടങ്ങി. അവർക്ക് മനസ്സിലായി അടുത്തെവിടെയോ ആശാനുണ്ടെന്ന്. അദ്ദേഹം പെന്നിവേസ് തൻ്റെ പിള്ളേരുടെ പടയുമായി നദിയുടെ മുകളിലൂടെ, അതും തണുത്തുറഞ്ഞ നദിയുടെ മുകളിലൂടെ സാവധാനം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിള്ളേരപ്പോഴേ ഒരു പേടിയില്ലാതെ അതിൻ്റെ പിറകെ പോകുന്നു. തൻ്റെ സ്വന്തം കൂട്ടുകാരനെ കണ്ടെത്താൻ. കണ്ടു അവനും ഇങ്ങനെ മേലത്ത് പറന്നുല്ലസിച്ച് അവിടെ നിൽപ്പുണ്ട്. എന്നാൽ തൊട്ടപ്പുറത്ത് പെന്നിവേസിൻ്റെ വാഹനം കിടക്കുന്നത് കണ്ടിട്ടും ഒരു കുലുക്കമില്ലാതെ അവിടെ കാല് പിടിച്ച് മാറാൻ നോക്കുകയാണ് പിള്ളേർ. ഇത് കണ്ടപ്പോഴേ പെന്നിവേസ്, ആരാണ് ഇവിടെ സർക്കസിൽ ചേരാൻ പദ്ധതിയത്? 3 അതിഥികൾ വരൂ. ആരാണ് ആദ്യം വരുന്നത്? തിരക്ക് കൂട്ടാതെ ഓരോരുത്തരായി വരികയാണെങ്കിൽ എനിക്ക് എൻജോയ് ചെയ്ത് കഴിക്കാമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പെന്നിവേസ് വന്നപ്പോൾ പിള്ളേർ കല്ലെടുത്തും കഴിച്ചു. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. പെന്നിവേസ് പതുക്കെ സാവധാനം പിന്നോക്കം വലിഞ്ഞു. നിങ്ങൾ കല്ല് കാണിക്കാൻ ഒരു ഗ്യാപ്പ് കിട്ടിയാലല്ലേ നിങ്ങൾ കല്ല് കാണിച്ച് പേടിപ്പിക്കും. അതുകൊണ്ട് പെന്നിവേസ് ഏത് സൈഡിൽ നിന്ന് വരുന്ന അവർക്ക് പ്രതീക്ഷിക്കാൻ പോലും സാധിക്കുന്നുണ്ടായിരുന്നില്ല. പെന്നിവേസ് 4 സൈഡും കിടന്ന് ഓടാൻ തുടങ്ങി. എന്നിട്ട് കല്ലില്ലാത്ത കൊച്ചിനെ കാലെ വാരി എടുത്തു. അവളെ ഇനി ജീവനോട് കിട്ടിയാൽ അത് തന്നെ വലിയ കാര്യം, ബാക്കിയെല്ലാം ഉണ്ടായിരുന്നാൽ മതിയായിരുന്നു. അപ്പോഴേ അവളുമായി ഇനി അല്പം സന്ധി സംഭാഷണത്തിൽ ഏർപ്പെടാം എന്ന് കരുതി അവളെ ഭാവി കാര്യങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അവൾക്കുണ്ടാക്കാൻ പോകുന്ന മകൻ, ഈ മകനാണ് പെന്നിവേസിനെ കൊല്ലാൻ പോകുന്നത് എന്നെല്ലാം വളരെ വ്യക്തമായി പറയുന്നു. അതുമാത്രമല്ല, ഇവളെ ഇപ്പോൾ കൊല്ലുകയാണെങ്കിൽ ആ മകനെപ്പോൾ ഉണ്ടാവുകയില്ലല്ലോ. അതുകൊണ്ട് ഇവളെ വകവരുത്താൻ വേണ്ടിയാണ് ഇവളെ ഈ കാര്യം വരുന്നത്. അങ്ങനെ അവിടെ കൊല്ലാൻ വരുമ്പോൾ പെന്നിവേസ് അവിടെ ഫ്രീസായി പോകുന്നു. ഇത് തന്നെ പറ്റിയ സമയം എന്ന് ചിന്തിച്ചുകൊണ്ട് അവളപ്പോഴേ ജീവനും കൊണ്ടിറങ്ങി ഓടിയിരുന്നു. ഭാഗ്യത്തിന് അവളെ രക്ഷപ്പെട്ടു. അത്രേ എനിക്ക് പറയാനുള്ളൂ. പെന്നിവേസ് എന്തുകൊണ്ടാണ് ഫ്രീസായെന്ന് അപ്പോൾ പറയുന്നില്ല. അപ്പോഴേക്കും ആ കുട്ടികളെല്ലാം തറയിലേക്ക് അങ്ങ് വീണു. പെന്നിവേസ് ഫ്രീസായത് കൊണ്ട് തന്നെ ആയിരിക്കണം. അപ്പോൾ തന്നെ വിദഗ്ധമായ പ്ലാനിങ്ങിന് ശേഷം നമ്മുടെ കുടുംബ സംഘങ്ങൾ എല്ലാം അവിടെ എത്തി. അച്ഛനും മകനുമായുള്ള വീണ്ടും ഒരു കൂടിക്കാഴ്ച. മോനെ, നീ എങ്ങനെ ചത്തുപോയിരുന്നു? ഞാൻ പെണ്ണുമ്പോൾ എന്നെ തല്ലിക്കൊന്നേരും. അങ്ങനെ ആ കല്ല് കയ്യിലെടുത്ത് വയോധികയുടെ മകനും നമ്മുടെ കുരുത്തം കിട്ടുമൻ്റെ അച്ഛനും കൂടി ആ വൃക്ഷത്തിനരികിലേക്ക് അവിടെ വെച്ചാൽ പണി കഴിഞ്ഞു. അങ്ങനെ പോകുമ്പോഴാണ് നമ്മുടെ സൈനികർ അവിടെ എത്തി. രണ്ടിനെ അപ്പോഴേ വെടിവെച്ചിട്ടു.
വേറെ ആരൊക്കെ ഓടി വന്നോ അവരെ എല്ലാത്തിനെയും വെടിവെച്ചു. കാണുന്ന എല്ലാത്തിനെയും വെടിവെച്ച് തീർക്കാനാണ് ഉത്തരവ്. ഇനി സംസാരമൊന്നുമില്ല, ഇത് വെടിവെപ്പ് മാത്രം. അങ്ങനെ നമ്മുടെ വയോധികയുടെ മകൻ യമപുരി പോയി. അങ്ങനെ നമ്മുടെ സൈനികൻ കല്ലെടുത്ത് നമ്മുടെ മോൻ്റെ കൊടുത്തിട്ട് പറയുകയാണ്, എങ്ങനെയെങ്കിലും ആ മരത്തിൻ്റെ മൂട്ടിൽ നീ എത്തിക്കണം, ഏത് വഴി കൂടെ വീണോ നീ പൊക്കോ, നീ അവിടെ എത്തിച്ചാൽ മാത്രം മതി, നിനക്ക് മാത്രമേ ഇതിന് സാധിക്കൂ. അങ്ങനെ കല്ലെടുത്ത് പിള്ളേരെ കൊടുത്ത് പൊയ്ക്കോ ഓടിക്കുമെന്ന് പറഞ്ഞ് 4 വാക്കിൽ ഓർഡറുണ്ട് എല്ലാം കൂടെ. അപ്പോഴാണ് പെന്നിവൈസിന് എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാവുന്നത്. പെന്നിവൈസ് വേറെ എവിടെയോ ആണ്, എന്തോ പറ്റി. പക്ഷേ പെന്നിവൈസ് നമ്മുടെ ഒറിജിനൽ സർക്കസ്, പഴയ ബോബ് ഗ്രേയുടെയും സർക്കസ് നടക്കുന്ന സ്ഥലത്തായിരുന്നു. ആ ഓർമ്മകളിൽ എവിടെയോ പെട്ട് കിടക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് പെന്നിവൈസിന് തന്നെ മനസ്സിലാവുന്നില്ല. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാനാവാതെ വട്ടം തിരിഞ്ഞ് നിൽക്കുകയായിരുന്നു പെന്നിവൈസ് അവിടെ അപ്പോഴും. ഇതേസമയം പിള്ളേർ ഒരു റൗണ്ട് കറങ്ങി ഏകദേശം മരത്തിൻ്റെ അവിടെ തയ്യാറായപ്പോൾ കല്ല് കയ്യിരുന്ന പണി തുടങ്ങി. അവനുള്ളിലെ അത്യാഗ്രഹവും കല്ല് സ്വന്തമാക്കാനുള്ള അതിമോഹവും പുറത്തു വന്നു. കല്ലും കൊണ്ട് അപ്പോഴേ അവിടെ നിന്ന് ഇറങ്ങി ഓടി. പിള്ളേര് പിറകെ ഓടി, അരുത് ഓടരുത്, അടുത്ത താറായപ്പാട് ഓരോന്ന് വിളി പറഞ്ഞു. അങ്ങനെ പിള്ളേരെല്ലാം അവിടെ പിടിവലിയായി. സൈനികരെ പോൽ കറങ്ങി തിരിഞ്ഞ് നമ്മുടെ കുടുംബശ്രീ വണ്ടിയിൽ മെന്റലിസ്റ്റിൻ്റെ 2 കൊട്ട് കൊടുത്തു. ആ നിമിഷം നമ്മുടെ പെന്നിവൈസിൻ്റെ തലച്ചോറിനുള്ളിൽ ഒരു കുലുക്കവും ഉണ്ടായി. അപ്പോഴാണ് പെന്നിവൈസിനെ ചില കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിയത്. പണി വന്ന വഴി എങ്ങനെയാണെന്ന് മനസ്സിലായി. ഭയങ്കര, നിനക്ക് ഇത്രയും ധൈര്യം, അപ്പോഴേ ഒരു ചവിട്ട്, മെന്റലിസ്റ്റ് പറന്നൊരു പോക്ക് വെളിയിലോട്ട്. അപ്പോഴാണ് നമ്മുടെ പെന്നിവൈസ് ശരിക്കും അൺഫ്രീസ് ആവുന്നത്. അങ്ങനെ ഒരു തിരിച്ചു വരവ്. അപ്പോഴതാ പെന്നിവൈസിന് മുന്നിൽ നമ്മുടെ ജനറൽ പെന്നിവൈസിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് നിൽക്കുന്നു. അപ്പോഴേ പെന്നിവൈസ് തങ്ങൾ സ്വതന്ത്രനാണ്, പെട്ടെന്ന് പൊക്കോളൂ, ഓ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് പെന്നിവൈസ് ഇങ്ങനെ പോകുമ്പോഴാണ് പുള്ളി ഇത് മണപ്പിച്ച് നോക്കുന്നത്. നല്ല പരിചയമുള്ള മണം. അപ്പോഴാണ് പെന്നിവൈസിന് ആളെ കൃത്യമായി മനസ്സിലായത്. അല്ല, ഇതാര്, പണ്ടെന്നെ കണ്ടൊന്ന് പേടിച്ചല്ലേ, അങ്ങനെ അങ്ങ് പോയാലോ എന്ന് പറഞ്ഞാൽ അപ്പോഴേ പുള്ളിനെ അങ്ങ് തീർത്ത്. പാവം, ഇത് വലുത് വരെ ഇരുന്നേണ്. അപ്പോഴേ പിന്നെ പെന്നിവൈസ് ചാടത്തുള്ളി പുകയിന്നിറങ്ങിയതൊരു വരവുണ്ടായിരുന്നു. ഒരു വര, ഓരോന്നൊന്നിൻ്റെ വരവ് തന്നെ അത്. അങ്ങനെ കുടുംബശ്രീ എല്ലാം ഇതിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. പിള്ളേർ അവിടെ കിടന്ന് കല്ലും പിള്ളേരുമായിട്ട് വൻ മൽപ്പിടുത്തം. 4 പിള്ളേർ കല്ല് തള്ളി കൊണ്ടുപോവുകയാണ്, എങ്ങനെയെങ്കിലും മരത്തിനടുത്ത് എത്തിക്കണം. പെന്നിവൈസിനെ അറിയാം അവരെങ്ങനെ പോയാലും അവിടെ എത്തൂലെന്ന്. അതുകൊണ്ട് അവരെ കളിയാക്കി. പക്ഷേ സൈനികൻ പിന്നിൽ നിന്ന് താങ്ങി. സൈനികൻ വെടിവെച്ചു. അവിടെയും തീർന്നില്ല. സൈനികൻ വീണ്ടും വെടിവെക്കാൻ വന്നപ്പോൾ 2 വെടിവെച്ചിരുന്നു. പെന്നിവൈസ് അപ്പോഴേ ദിവ്യ വെളിച്ചം കാണിച്ചു. ഇതിൻ്റെ സമയം പാഴാക്കാനില്ല, അതുകൊണ്ട് അപ്പോഴേ പണിഞ്ഞ് തന്നെ പോകുന്നൊരു തീരുമാനം. ആരെ കൊല്ലാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് പടിഞ്ഞ് ഓരോരുത്തരെ അങ്ങ് തീർത്തങ്ങ് പോകുന്നു. അങ്ങനെ പിള്ളേർ അവിടെ എത്തിയെങ്കിലും കല്ലവിടെ വെക്കാൻ പറ്റുന്നില്ല, കല്ല് തിരിച്ചടിക്കുന്നു. ഇത് കണ്ട് പെന്നിവൈസ് ചാടിത്തള്ളി പോകുമ്പോൾ നമ്മുടെ പൂർവികരുടെ നേതാവായ തള്ളോടെ പ്രത്യക്ഷപ്പെടുന്നു, നമ്മുടെ റിച്ചുമായിട്ട്. അതാരും ഇവിടെ തീരെ പ്രതീക്ഷ ഉണ്ടാവില്ല, ഞാനും പ്രതീക്ഷയില്ല. അങ്ങനെ റിച്ചിൻ്റെ ആത്മാവ് തൻ്റെ സുഹൃത്തുക്കളെ രക്ഷിക്കാൻ അവരോടൊപ്പം പങ്കുചേരാൻ വേണ്ടിയാണ് വന്നത്. പോകും വഴിക്ക് പെന്നിവൈസിന് നടുവിരൽ നമസ്കാരമൊക്കെ കാണിച്ചിട്ടാണ് പോകുന്നത്. അത് അദ്ദേഹം കാണുകയും ചെയ്തു. അങ്ങനെ റിച്ചിൻ്റെ ഒരു സപ്പോർട്ടോട് കൂടി അവരതങ്ങനെ തറയിൽ വയ്ക്കാൻ ശ്രമിക്കുകയാണ്. ഇതിവിടെ കണ്ടപ്പോൾ നമ്മുടെ പെന്നിവൈസിനെല്ലാം കയ്യിൽ നിന്ന് പോയി. പെന്നിവൈസിൻ്റെ ചിറകൊക്കെ വരും. ദൈവം ചിറകൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഉണ്ടായിട്ടാണ് നേരത്തെ വല്ലതും പറഞ്ഞു വന്നിട്ടുള്ള അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം വെളിയിൽ ഇറങ്ങുന്നതിന് പകരം നേരെ പിള്ളേരെ ആക്രമിക്കാനാണ് പോയത്. അവരെ തകർത്തതിന് ശേഷം വെളിയിറങ്ങുന്നതായിരിക്കും പെന്നിവൈസിൻ്റെ പ്ലാൻ. എന്നാൽ അവരത് വെക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് എത്താൻ കഴിയുമോ എന്നതായിരുന്നു നമ്മുടെ ആദ്യത്തെ ചോദ്യം. അദ്ദേഹത്തിന് പോക്ക് കാണിച്ച് അവിടെ എത്തുമെന്ന് തന്നെയായിരുന്നു എൻ്റെയും പ്രതീക്ഷ. പക്ഷേ അതിനു മുമ്പ് പിള്ളേരെ കല്ല് തറയിൽ വെച്ചു. അങ്ങനെ എല്ലാവരുടെയും കഠിനമായ പ്രയത്നം മൂലം ആ സർക്കിൾ അങ്ങനെ കംപ്ലീറ്റ് ആയി. പെന്നിവൈസ് വീണ്ടും അതിനകത്ത് തന്നെ പെട്ടു, വെളിയിലിറങ്ങാൻ സാധിച്ചില്ല. ഇതിൻ്റെ പ്രത്യാഘാതം മൂലം അദ്ദേഹത്തിന് നിർബന്ധിതനായി അടുത്ത 27 വർഷത്തേക്ക് ഉറങ്ങേണ്ടതായി വരുന്നു. അങ്ങനെ അദ്ദേഹം തൻ്റെ നിദ്രയിലേക്ക് മടങ്ങി. പിന്നീട് റിച്ചിന് വേണ്ടി നല്ലൊരു ഫ്യൂണറലൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അതിനുശേഷം അവർ വീണ്ടും ഗോപുരത്തിലെത്തി ചർച്ച തുടങ്ങുകയായിരുന്നു. അപ്പോഴാണ് കടൽ കൊള്ളക്കാരി നമ്മുടെ പെന്നിവൈസ് സംസാരിച്ചതിനെ പറ്റി പറയുന്നത്. തൻ്റെ മകൻ പെന്നിവൈസിനെ കൊന്നുകൊണ്ടാണ് എന്നെ കൊല്ലാൻ പെന്നിവൈസ് തിരികെ വന്നത്. അതായത് നമ്മുടെ പെന്നിവൈസിന് പാസ്റ്റ്, ഫ്യൂച്ചർ, പ്രസൻറ്റ് വളരെ വ്യക്തമായി എന്താണ് നടക്കാൻ പോകുന്നതെന്ന് അറിയാം. അത് നടക്കാതിരിക്കാൻ വേണ്ടി അദ്ദേഹം അവിടെ നിന്നും 27 വർഷങ്ങൾ പുറകിലേക്ക് പോയി അതിന് ഇവരുടെ മാതാപിതാക്കളെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. അവിടെയാണ് ആദ്യ തവണ ഇദ്ദേഹം പരാജയപ്പെട്ടു. ഇവിടെ പരാജയപ്പെട്ടു. ഇനി ഇവിടുന്ന് അടുത്ത സീസണിൽ ഇവളുടെ അമ്മയോ അച്ഛനെ കൊല്ലാൻ വേണ്ടി 27 വർഷങ്ങൾ ഇദ്ദേഹം പിറകെ പോകുമായിരിക്കും. ഒരുപക്ഷെ അങ്ങനെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. അത് തന്നെയാണ് സംഭവിക്കേണ്ടത്. അതുകൊണ്ടാണ് ഇവരിങ്ങനെ സീസൺ ഇറക്കുന്നതെന്നാണ് എൻ്റെ ഒരു അനുമാനം. അതങ്ങനെയായിരിക്കും. പിന്നീട് നമ്മുടെ കമിതാക്കൾ തമ്മിൽ ഒരു ചെറിയ ചുംബനമൊക്കെ കൈമാറുന്നുണ്ട്. അതിനുശേഷം അവളെ നാട് വിട്ട് അപ്പോഴേ അവിടെ നിന്ന് പോയി. അവ ഇവിടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു. ഇവളും ഇവൻ്റെ തന്തയും ഇവൻ്റെ തള്ളയും. ഭ്രാന്ത് അല്ല എന്ന് പറയാൻ. ഇതിന് ശേഷം അവസാനമായി കാണിക്കുന്നത് നമ്മുടെ പെന്നിവൈസിൻ്റെ മകൾ തൻ്റെ അച്ഛൻ്റെ ചിത്രം വരച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇതും 26 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴും യുവതി തൻ്റെ അച്ഛൻ്റെ പടം വരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അപ്പുറത്തെ മുറിയിൽ ഒരു തൂങ്ങി മരിച്ചതായി വൃദ്ധ അറിയുന്നത്. വൃദ്ധ തള്ളയായി. അപ്പോഴാണ് നമ്മൾ IT ചാപ്റ്ററിൽ 1 കഥാനായിക
അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. അവളുടെ അമ്മയാണ് മരിച്ചത്. ഇപ്പോൾ മനസ്സിലായില്ലേ അവളുടെ അമ്മ എങ്ങനെയാണ് മരിച്ചത്. അപ്പോൾ കാര്യങ്ങളുടെ കിടപ്പ് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് ഏകദേശം മനസ്സിലായല്ലോ. ഇനിയാണ് IT ചാപ്റ്റർ 1 സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ സഹൃദയരെ നമുക്ക് ഇവിടെ പറയാനുള്ള സമയം ആഗതമായിരിക്കുകയാണ്. ഇത്രയും നേരം ക്ഷമാശീലായി നമ്മുടെ സഹകരിച്ച എല്ലാവർക്കും എൻ്റെ നന്ദി കടപ്പാടും ഞാൻ ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. വളരെ നന്ദി. വീണ്ടും വരിക, വരാൻ ശ്രമിക്കുക.